ശബരിമലയിലെ തിരക്കു നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന ഹൈക്കോടതി. പരമാവധി ആളുകളെ കയറ്റിവിട്ടിട്ട് എന്തു കാര്യം, ഒരേകോപനവുമില്ലല്ലോ എന്നും വിമർശനമുണ്ടാവുകയാണ്. വലിയ അഭൂതപൂർവമായ തിരക്കാണ് ഇന്നലെ സന്നിധാനത്തടക്കം ഉണ്ടായത്. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഹൈക്കോടതി കൃത്യമായി, ദേവസ്വം ബെഞ്ച് കൃത്യമായി ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും അതാത് സമയങ്ങളിൽ നിർദ്ദേശം നൽകുകയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് ശബരിമലയിലെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നടത്തപ്പെടുകയും നിരീക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, കർശനമായ വലിയ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണല്ലോ. നിസ്സഹായാവസ്ഥ തന്നെയാണ് ഹൈക്കോടതിയും പ്രകടിപ്പിക്കുന്നത്. കാരണം ഇവിടെ എല്ലാം പറഞ്ഞ് സമ്മതിച്ചു പോയി, പക്ഷേ അവിടെ ഒന്നും നടന്നില്ല. അതാണ് ഹൈക്കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈ കേസ് എടുത്തപ്പോൾ തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചത് ആ കാര്യവുമാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കോടതിക്ക് മുന്നിലേക്ക് വന്നത് അവിടെ ഒന്നും നടന്നില്ലല്ലോ എന്നാണ് ഇന്ന് കോടതിക്ക് ആദ്യം തന്നെ ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ടി വന്നത്. കാരണം കൃത്യമായ ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. 6 മാസം മുൻപെങ്കിലും തുടങ്ങേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കോടതി വ്യക്തമാക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ് അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യേണ്ടത്. അതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം ബെഞ്ചിനെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് പരമാവധി ആളുകളെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റി വിട്ടിട്ട് എന്ത് കാര്യം എന്ന് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും, പമ്പയിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും, അതോടൊപ്പം തന്നെ നിലയ്ക്കലിനും പമ്പയ്ക്കുമിടയിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും, കാനന പാതയിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും, ഇതിന്റെ ഒന്നും കൃത്യമായ ഒരു കണക്കുമില്ലാതെ ഒരു ദിവസം 90,000 പേർക്ക് ദർശനം ഒരുക്കാൻ കഴിയുമെന്നൊരു കണക്ക് മാത്രമാണ് ദേവസ്വം ബോർഡിന് മുന്നിലുള്ളത്. ദേവസ്വം ബോർഡ് അവിടെ പരമാവധി ഭക്തന്മാരെ കയറ്റിവിടാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് ശബരിമല സന്നിധാനത്ത് പമ്പയിൽ നിന്നുള്ള ട്രക്കിംഗ് പാത്തുണ്ട് സന്നിധാനം വരെയുള്ള ആ ഒരു 4-4.5 കിലോമീറ്റർ ദൂരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് വളരെ പരിമിതിയുണ്ട്. അതോടൊപ്പം തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അത് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. സന്നിധാനത്ത് നിങ്ങൾക്ക് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും, അതിന് കൃത്യമായ കണക്കുണ്ടോ? അതിന് കൃത്യമായ കണക്ക് ഇപ്പോഴില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന പ്രശ്നം. അതായത് ഓരോ സെക്ടറായിട്ട് തിരിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ളത് 4-5 സെക്ടറായിട്ട് തിരിക്കുക. അതായത് നിലയ്ക്കൽ ടു പമ്പ, അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ആ ട്രക്കിംഗ് പാത്തിന് ഇടയിൽ, അതായത് കാനന പാതയിൽ 1-2 സെക്ടറായി തിരിക്കുക. ആ ഓരോ സെക്ടറിലും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി കണക്കാക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ശാസ്ത്രീയമായി കണക്കാക്കിയ ശേഷം അതിനനുസരിച്ച് ആളുകളെ മാത്രമേ മുകളിലേക്ക് കയറ്റിവിടാൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. കുട്ടികളടക്കം വന്ന് ക്യൂവിൽ നിൽക്കുന്നു, മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു. അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്നു. ആ തിക്കിനെയും തിരക്കിനെയൊക്കെ നിന്ന് രക്ഷപ്പെടുക എന്നതൊരു പ്രയാസമാണ്. അവിടെ ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. അതായത് നിങ്ങൾ കൃത്യമായി എന്തെങ്കിലും ചെയ്യണം എന്ന് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു. ശാസ്ത്രീയമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നതാണ് കോടതിയുടെ നിലപാട്.